ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് സദ്യയിലൊക്കെ ഒഴിച്ചു കൂടാനാവാത്ത രണ്ട് വിഭവങ്ങളുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നാളെ തിരുവോണമാണല്ലോ. തിരുവോണ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ശർക്കരപ്പേരിയും വറുത്തുപ്പേരിയും. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിന് മാർക്കറ്റിലൊക്കെ നല്ല റേറ്റ് ആട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് ശർക്കര ഉപ്പേരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാനിപ്പോൾ 2 കായ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കായ എടുത്തതിന് ശേഷം രണ്ടറ്റവും ചെത്തിക്കളയാൻ, അതിന് ശേഷം അതിൻ്റെ തൊലി നന്നായിട്ട് കളഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. ആ വെള്ളത്തിലേക്ക് കുറച്ച് കല്ലുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് കറ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വാഴേൻ്റെ കറ ഇതിന് നല്ലോണം ഉണ്ടാവും. അപ്പോൾ കറ പിടിച്ചാൽ ഒരു കറുപ്പ് കളറിലാണ് കേട്ടോ ഈ വാഴയ്ക്ക ഉണ്ടാവുക. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്ത് വീണ്ടും ഈ ഒരു മഞ്ഞൾപ്പൊടീൻ്റെ വെള്ളത്തിൽ ഇട്ട് വെക്കുക കേട്ടോ. ഇട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊരു 3-4 പ്രാവശ്യം നല്ല രീതിയിൽ കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം ഒരു തരുപ്പയിൽ വെച്ചിട്ട് വെള്ളം ഒന്ന് വാറ്റിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കോട്ടിങ്ങിനുള്ള സാധനങ്ങളാണ് കേട്ടോ ഇനി തയ്യാറാക്കുന്നത്. അപ്പോൾ ശർക്കര ഉപ്പേരിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു കോട്ടിങ് കാണുന്നില്ല, അതിനുള്ളതാണ് തയ്യാറാക്കുന്നത്. അതിന് കുറച്ച് അരി എടുക്കുക. ഞാനിപ്പോൾ അരി കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്സിയിൽ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരി കുറച്ച് കൂടുതൽ എടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക, നല്ല രീതിയിൽ വറുത്തെടുക്കുക. അങ്ങനെ ഈ ഒരു രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെടുത്തതിന് ശേഷം ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി കൂട്ടി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഇനി അതിൽ ചേർക്കാനുള്ളത് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക്, ജീരകം, ചുക്ക് പൊടി ഉള്ളവർ ചുക്ക് പൊടി ചേർക്കുക, കുരുമുളക് പൊടി ഉള്ളവർ കുരുമുളക് പൊടിയും ചേർക്കട്ടോ. ഞാൻ കുരുമുളകും ചുക്കും ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കായ ഒന്ന് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഓയിൽ ചീനിച്ചട്ടിയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ കായ ഇടാൻ ശ്രമിക്കുക. അതുപോലെ കായ ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ കായയും കൂടി ഒരുമിച്ചിടരുത്. അങ്ങനെയാകുമ്പോൾ അത് വെന്ത് പോവുകയാണ് ചെയ്യുക. നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെന്ത് പോകും പോലെ വെന്ത് പോകുക കേട്ടോ ചെയ്യുക. എന്നിട്ട് കായ ഇട്ടതിന് ശേഷം ഈ ഒരു രീതിയിൽ തട്ടി മാറ്റി കൊടുക്കുക കേട്ടോ. എന്നാൽ അത് ഒട്ടിപ്പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 15 മിനിറ്റ് സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ക്രിസ്പി ആകുന്നത് വരെ ഇതൊന്ന് നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ. നല്ല ക്രിസ്പി ആയാൽ മാത്രമേ നമുക്ക് ശർക്കര ഉപ്പേരി നല്ല രീതിയിൽ കിട്ടൂ. അല്ലെങ്കിൽ അത് തണുത്ത് പോയ മാതിരി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പം ഏകദേശം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ഊറ്റി മാറ്റി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 3 പ്രാവശ്യമായിട്ട് ഞാനിത് വറുത്തെടുത്തതാണ് കേട്ടോ, കുറച്ചായിട്ടിട്ട്. അപ്പോൾ ഞാനിപ്പോൾ നാളെ ഒരു ദിവസത്തേക്കുള്ളത് മാത്രം ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനായിട്ട് ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഉരുക്കുന്ന വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ. അപ്പോൾ ശർക്കര ഉരുക്കിയത് ഇനി നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം സിമ്മിലിട്ടൊന്ന് ഗ്യാസിൽ വെക്കുക കേട്ടോ. ഞാനിപ്പോൾ ചീനിച്ചട്ടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ചീനിച്ചട്ടി ആയാലും കുഴപ്പമില്ല കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതിലുള്ള വെള്ളമൊക്കെ വറ്റുന്നത് വരെ നമ്മളൊന്ന് സിമ്മിലിട്ട് തന്നെ വെക്കുക കേട്ടോ. വെള്ളമൊക്കെ വറ്റി നല്ല പതഞ്ഞ് ഒരു പരുവാവുന്ന സമയത്ത്, അതായത് നമുക്ക് കൈകൊണ്ട് തൊട്ടാൽ ഇങ്ങനെ ഒട്ടിക്കളിക്കണം, ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം നൂൽപ്പരുവായിട്ടുണ്ട്. ഞാനിപ്പോൾ കായ ചേർക്കുന്നുണ്ട് കേട്ടോ. കായൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും ആ ശർക്കര എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോട്ടിംഗ് ഉണ്ടല്ലോ, ആ ഒരു പൊടി ഇതിലേക്കൊന്ന് ചെറുതായിട്ട് വിതറി കൊടുക്കട്ടോ. അപ്പോൾ 2-3 തവണയായിട്ട് അത് ചെയ്യണം. ആദ്യം ഒരു പ്രാവശ്യം വിതറിയതിന് ശേഷം നമ്മൾ
ഒന്ന് സ്പൂൺ കൊണ്ട് മെല്ലെ ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ വീണ്ടും പൊടി ഇടുന്നുണ്ട്. ഞാൻ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, വീഡിയോ കട്ടായി പോയതാണ് സംഭവം. അപ്പോൾ 3-4 പ്രാവശ്യമായിട്ട് ആ ഒരു രീതി ചെയ്യുക. അതും നമ്മൾ പൊടി ഇടുന്ന സമയമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 3 പ്രാവശ്യം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പൊടി. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും നമുക്ക് ശർക്കര ഉപ്പേരി, നല്ല രീതിയിൽ തന്നെ കിട്ടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നാളത്തെ ദിവസത്തേക്കുള്ള ശർക്കര ഉപ്പേരിയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വറുത്തുപ്പേരി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതും ഞാൻ 2 കായ വെച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സെയിം തന്നെ കായൻ്റെ 2 ഭാഗവും നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് അത് തൊലി പൊളിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഈ ഒരു രീതിയിൽ ആ മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതും ഒരു 4-5 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഊറ്റി വെക്കുക. ഇനി നമുക്ക് അതിലേക്കുള്ള ഒരു കൂട്ട് തയ്യാറാക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ചീനിച്ചട്ടി വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് മാത്രം കായയുടെ, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കായയും കൂടി നമ്മൾ ഇതിലേക്ക് ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കായിട്ട് വേണം വറുത്തെടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ കായ ഇത് 3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ വറുത്തെടുത്തത്. വറുത്തുപ്പേരിൻ്റെത് നമ്മളെല്ലാം കൂടി ഇട്ടാണെങ്കിൽ വെന്ത് പോവും. അതുകൊണ്ട് ഇതും നല്ല ക്രിസ്പി ആവുന്നവരെ ഒന്ന് നമ്മൾ വറുത്തെടുക്കും കേട്ടോ. ക്രിസ്പി ആവാനുള്ള ടൈം ആവുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് നന്നായിട്ട് ക്രിസ്പി ആവുന്ന ടൈം നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും. ആ ഒരു ടൈമിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ടൈമും കൂടി അത് നന്നായിട്ടൊന്ന് ഈ ഒരു എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. എന്നാലേ നമുക്ക് അതിൽ ഉപ്പും കളറും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുറച്ച് ടൈം നല്ല രീതിയിലൊന്ന് ക്രിസ്പി ആവുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇങ്ങനെയാണ് വറുത്തുപ്പേരി തയ്യാറാക്കുന്നത്. അപ്പോൾ സിമ്പിളാണ് കേട്ടോ ഇത്. 2 റെസിപ്പി സിമ്പിളാണ്. നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കിട്ടും കറിവേപ്പിലയും കൂടി ചേർക്കുമ്പോൾ. 2 റെസിപ്പിയും സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാളെ ഓണമൊക്കെയാണ്. ഓണത്തിന് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത 2 വിഭവങ്ങളാണ് ശർക്കരപ്പേരിയും വറുത്തുപ്പേരിയും. മാർക്കറ്റിലൊക്കെ നല്ല റേറ്റാണ്, നിങ്ങൾക്ക് പോയാൽ മനസ്സിലാവും. ബേക്കറിയിലൊക്കെ നല്ല റേറ്റാണ് അതിന്. അപ്പോൾ നമുക്ക് കുറച്ചൊരു സമയം ചിലവഴിച്ചാൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.